എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്കേ ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ കപ്പളമാണ്. ഈ കപ്പളത്തിൽ കുറേ കപ്പളങ്ങ കിടക്കുന്ന കണ്ടില്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു കപ്പളങ്ങ തോരൻ വയ്ക്കാം. ഞങ്ങൾ കപ്പളങ്ങ എന്ന് പറയും, പപ്പായ എന്ന് പറയാറുണ്ട്, ചിലരൊക്കെ കർമൂസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ പപ്പായ അതായത് കപ്പളങ്ങ തോരൻ കേട്ടോ, നമുക്കിന്നത് ഉണ്ടാക്കാം. ഇതാ നമ്മുടെ പപ്പായ ഇവിടെ കുത്തി റെഡിയാക്കി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെത്തി കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കണം. നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കൊരു പാട്ടായാലോ? ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ഇതാ നമ്മുടെ പപ്പായ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല ചെറുതാക്കി അരിഞ്ഞ് റെഡിയാക്കി വന്നിട്ടുണ്ട്. നമ്മുടെ കടുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോഴേക്കും നമ്മൾ അതിനുള്ളിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കും. നമ്മുടെ ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അല്പം മഞ്ഞൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കപ്പളങ്ങ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ പപ്പായ തോരൻ ഇവിടെ ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ചെറു തീയിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇതിനകത്തേക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ആവി കയറ്റിയിട്ട് തോരൻ ഇവിടെ ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, കുറച്ച് തേങ്ങയും ചെറു ജീരകവും ഒരു നുള്ളു കുരുമുളകും കൂടി ഇട്ട് മിക്സിയിൽ അരച്ചിട്ട് അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കണം. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ അത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ചൂട് ചോറും ഈ കപ്പളങ്ങ തോരനും കൂടെ നമുക്ക് ഒരു പാത്രം നിറയെ കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, നമ്മുടെ ആവിയിലാണ്. നമ്മളിപ്പോൾ തോരൻ കറികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുക. വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ നമ്മുടെ തോരൻ കറി ഇതാ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. നമുക്ക് നാളെ കാണാം കേട്ടോ.